നാട്ടിൽ എവിടെയെങ്കിലും ഒരു മോശം കാര്യം നടന്നാൽ ആ വാർത്ത കിട്ടിയ പാടെ നമ്മൾ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ സങ്കടപ്പെടും. ഈ ലോകം എന്താ ഇങ്ങനെ ആയിപ്പോയത്, സ്നേഹമൊന്നും ബാക്കിയില്ലല്ലോ എന്ന്. യാഥാർത്ഥ്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ ഉള്ളിലെ മനുഷ്യ സഹജമായ ഒരു രീതിയാണ്. ആപത്ത് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ പേടി നമ്മുടെ വിവേകത്തെ മറയ്ക്കുന്നു. പണ്ട് മുതലേ ആപത്തുകൾ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോശം വാർത്തകൾ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്നത്. നമ്മളൊരു വാർത്ത ഷെയർ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ലതാണെങ്കിലും അത് പലപ്പോഴും മറ്റുള്ളവരിൽ അനാവശ്യമായ പേടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മാറ്റം മതഗ്രന്ഥങ്ങളായാലും വലിയ തത്വചിന്തകളായാലും പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ്: നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഇനിയൊരു വാർത്ത ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക: ഇത് മറ്റൊരാൾക്ക് ഗുണകരമാണോ, അതോ വെറും പേടി ഉണ്ടാക്കുന്നതാണോ? ഈ ഒരൊറ്റ ചിന്ത മാറ്റമുണ്ടാക്കിയാൽ സമൂഹത്തിൽ അനാവശ്യമായ വെറുപ്പും ഭീതിയും കുറയും. സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. നമ്മുടെ വിരൽത്തുമ്പിലൂടെ പകരേണ്ടത് സമാധാനമാണ്, പരിഭ്രാന്തിയല്ല. സ്നേഹമുള്ള ഒരു ലോകം നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം.